വാഗമൺ സൂയിസൈഡ് പോയിന്റിൽ തൂക്കുപാലം പൊട്ടിവീണു 9 പേർക്ക് പരിക്കേറ്റു. അങ്കമാലി മഞ്ഞപ്ര ചുള്ളി സെന്റ് ജോർജ് പള്ളിയിലെ വേദപാഠാധ്യാപകരാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു കന്യാസ്ത്രീയുടെ നില ഗുരുതരമായി തുടരുന്നു. DTPC വാടകയ്ക്ക് കൊടുത്ത പാലമാണ് അപകടത്തിൽപ്പെട്ടത്. ആൽവിനുണ്ട് വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. ആൽവിൻ, എപ്പോഴാണ് അപകടമുണ്ടായത്? എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? നിയാസ, ഏതാണ്ട് 3 പേർ മാത്രം കയറേണ്ട ഒരു ബർമ തൂക്കുപാലം എന്ന ഒരു തൂക്കുപാലമുണ്ട്. അവിടെയാണ് ഈ സൂയിസൈഡ് പോയിന്റിനടുത്താണ് ഈ തൂക്കുപാലം ഉള്ളത്. അത് DTPC വാടകയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു ചെറിയ തൂക്കുപാലമാണ്. 3 പേര് കയറേണ്ട സാഹചര്യത്തിൽ ഏതാണ്ട് 25-ലധികം ആളുകൾ ഒരേ സമയം കയറിയതാണ് ഈ അപകടത്തിന് കാരണമുണ്ടായത്. ഇത് പെട്ടെന്ന് ഇതിന്റെ കമ്പികൾ പൊട്ടി നിലംപതിക്കുകയായിരുന്നു. എന്നാൽ വലിയ ഗുരുതര പരിക്കുകൾ ആർക്കും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഏതാണ്ട് 9 പേർക്കാണ് പരിക്കേറ്റത്. ഈ സംഭവത്തിൽ 9 പേരെയും ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിലൊരു കന്യാസ്ത്രീ ഉൾപ്പെടുന്ന സംഘമാണ് ഇതിലുണ്ടായിരുന്നത്. അങ്കമാലി മഞ്ഞപ്ര ചുള്ളി സെന്റ് ജോർജ് ദേവാലയത്തിൽ നിന്നുള്ള സൺഡേ സ്കൂൾ അതായത് വേദപാഠം അധ്യാപകരാണ് ഈ ഇതിൽ അപകടത്തിൽപ്പെട്ടത്. അതിലൊരു കന്യാസ്ത്രീക്ക് മാത്രമാണ് നട്ടലിന് അല്പം ഗുരുതരമായ പരിക്കേറ്റതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവരെ ഇപ്പോൾ ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലുള്ള ഇവരെ അങ്കമാലിയിലേക്ക് തന്നെ ഉടൻ മാറ്റുമെന്നാണ് നമുക്ക് അവിടെ നിന്ന് ഈരാറ്റുപേട്ടയിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ അപകടം വലിയ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാര്യം ഇത്രയും ആളുകൾ ഒരുമിച്ച് ഈ തൂക്കുപാലത്തിലേക്ക്, ബർമ തൂക്കുപാലം എന്ന പേരുള്ള ഈ തൂക്കുപാലത്തിലേക്ക് കയറുകയും ഇത് പൊട്ടി വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വലിയ തരത്തിൽ ഒരുപക്ഷെ വലിയ ദുരന്തമാണ് ഒഴിവായി പോയതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ നോക്കാതെ വിനോദസഞ്ചാരികളായി എത്തിയ ഇവർ കയറിയതാണ് പ്രധാന പ്രശ്നമെന്നാണ് അറിയുന്നത്. 3 പേർ മാത്രം കയറേണ്ട ഈ തൂക്കുപാലത്തിൽ ഏതാണ്ട് 25ഓളം പേർ ഇതിലേക്ക് ഒരേ നിമിഷം കയറിയതാണ് ഈ അപകടത്തിന് കാരണമുണ്ടാക്കിയത്. ഇത് പൊട്ടി വീണതിനെ തുടർന്ന് പെട്ടെന്ന് അവിടെ നിന്നുണ്ടായിരുന്ന ആളുകൾ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും പോലീസും ഒപ്പം തന്നെ ഫയർഫോഴ്സും അവിടെ എത്തുകയും പെട്ടെന്ന് ഇവരെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു. ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇവരെത്തിച്ചതിൽ 9 പേർക്ക് മാത്രമാണ് ഒരു പരിക്കുള്ളത് ഈ സംഭവത്തിൽ എന്നാണ്. അതിൽ ഒരാൾക്ക് ഒരു കന്യാസ്ത്രീ അടങ്ങുന്ന സംഘമാണ് ഉള്ളത്. ആ കന്യാസ്ത്രീക്ക് ഗുരുതരമായ പരിക്കുണ്ട്. അവർക്ക് നട്ടലിന് ചില ക്ഷതം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതുവരെ ലഭിക്കുന്ന വിവരം. ഇവരെ ഇവിടെ നിന്ന് ഈ 9 പേരെയും അങ്കമാലിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അവിടെ നിന്നുള്ള ആശുപത്രിയിൽ നമുക്ക് ലഭിക്കുന്ന വൃത്തങ്ങളിൽ ലഭിക്കുന്ന വിവരം. അതായത് 3 പേർ കയറേണ്ട ഈ തൂക്കുപാലത്തിൽ 9 പേർ കയറി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പരിധിയിലധികം ആളുകൾ ഇതിൽ കയറിയത് കൊണ്ടാണ് ഇത്തരത്തിൽ പൊട്ടി വീണ് ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇത് നിയന്ത്രിക്കുന്ന അധികാരികളുടെ ഭാഗത്തു നിന്നും ഒരു സുരക്ഷാ വീഴ്ച, അല്ലെങ്കിൽ പരിധിയിലധികം ആളുകൾ അവർ കടത്തിവിട്ടു, അവർ അനുവദിക്കാതെ എന്തായാലും അവർക്ക് അങ്ങോട്ട് കയറാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഒരു സുരക്ഷാ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണ്ടേ? നിശ്ചയമായും പ്രാഥമികമായി അങ്ങനെ തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. കാര്യം വരുന്ന മണിക്കൂറുകളിൽ DTPC ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. DTPC ഇത് ലീസിൽ നൽകിയിരിക്കുന്ന ഒരു ഇടമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ വ്യക്തികൾക്കാണ് നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം DTPC അടക്കം നടത്തുന്നുവെന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ വിനോദസഞ്ചാരികൾ അവിടെ കയറിയതും. അവരെ ഒരു പക്ഷേ തടയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ പോലും പിന്നീട് അവർ കൂട്ടമായി കയറുകയായിരുന്നു എന്ന തരത്തിലുള്ള ഒരു വേർഷനും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിലെ വ്യക്തത കൂടുതൽ വരണമെങ്കിൽ കൂടുതൽ പ്രാഥമികമായ അന്വേഷണം, ഇതിലുപരിയായി കൂടുതൽ വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണ്. അതിനുശേഷം മാത്രമേ നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും 3 പേർ കയറേണ്ട ഒരേ സമയം കയറേണ്ട ഈ തൂക്കുപാലത്തിൽ ഏതാണ്ട് 25 പേരിലധികം കയറിയപ്പോൾ സ്വാഭാവികമായി ഉണ്ടായ ഒരു അപകടമാണ് അത് വിളിച്ചു വരുത്തിയ ഒരു അപകടം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം കൃത്യമായി DTPC അടക്കം നടത്തുമെന്ന് നമുക്ക് വിവരം ലഭിക്കുന്നു. എന്തായാലും വാഗമണിലെ സൂയിസൈഡ് പോയിന്റിൽ തൂക്കുപാലം പൊട്ടിവീണ് 9 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. അങ്കമാലി മഞ്ഞപ്ര ചുള്ളി സെന്റ് ജോർജ് പള്ളിയിലെ വേദപാഠാധ്യാപകരാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഒരു കന്യാസ്ത്രീയുടെ നില ഗുരുതരമായി തുടരുകയാണ്. DTPC വാടകയ്ക്ക് കൊടുത്ത പാലമാണ് അപകടത്തിൽപ്പെട്ടത്. പരിധിയിലധികം ആളുകൾ കയറിയതാണ് ഈ അപകടമുണ്ടാകാനുള്ള കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈരാറ്റുപേട്ടയിൽ ആശുപത്രിയിലാണ് പരിക്കേറ്റവരുള്ളത്. ഇവരെ അങ്കമാലിയിലെ ആശുപത്രിയിലേക്ക് മാറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ആൽവിൻ തോമസ്, ഇടുക്കിയിൽ നിന്ന്.